ഹലോ, അർജൻറ്റീനയുടെ ജേഴ്സിയൊക്കെ ഇട്ടുകൊണ്ട് വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും ഈ പട്ടി ഷോ കാണിച്ച് എങ്ങോട്ടാണ് പോണേന്ന്. നമ്മുടെ വേൾഡ് കപ്പ് കാണാൻ പോയതാണ് ഞാൻ ആദ്യമായിട്ട് പോയതാണ്. നല്ല ഒരു വൈബായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. പൊതുവെ ഗേൾസ് ഇങ്ങനെ പോകുന്നതിനോട് സൊസൈറ്റിക്ക് എതിർപ്പായിരിക്കും. എന്തെന്നാലും ഞാനവിടെ ഒരുപാട് പന്തുകളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സ്ത്രീകളെ ഞാൻ കണ്ടു. ഒരുപാട് എൻ്റെ പ്രായത്തിലുള്ള ഗേൾസിനെ ഞാൻ കണ്ടു. ഒരുപാട് സന്തോഷം തോന്നി. എന്തൊക്കെയാണേലും അതിനുപരി ഞാൻ കളി നല്ലപോലെ എൻജോയ് ചെയ്താണ് കണ്ടത്. എൻ്റെ അടുത്ത് നിന്നവരെല്ലാം ഒന്നെങ്കിൽ പോർച്ചുഗൽ ഫാൻ അല്ലെങ്കിൽ ബ്രസീൽ ഫാൻ. ഞാനങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴൊക്കെ സ്പെയിൻ അർജൻറ്റീനയുടെ പോസ്റ്റിലേക്ക് ഗോളടിക്കുന്നു അപ്പോഴെല്ലാം എന്നെ നോക്കി നല്ല കളിയാക്കലും മരവും കാണിക്കുമ്പോൾ തന്നെ മനസ്സിലായി അടുത്ത് നിൽക്കുന്ന ആൾക്കാർ ഭൂരിപക്ഷം അർജൻറ്റീന അല്ലെന്ന്. ഞങ്ങളവിടെ ഒരു 15 മിനിറ്റ് മുന്നേ എത്തിയത്. അപ്പോഴും നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ തിരക്കങ്ങ് കൂടി വരുമായിരുന്നു, ഇഷ്ടം പോലെ ആൾക്കാർ. ഞങ്ങൾ കളി കാണാൻ പോയ സ്ഥലത്ത് ഞങ്ങളുടെ നാട്ടിലെ MLA ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി സ്പെയിൻ ഫാനായിരുന്നു. ഷക്കീറയുടെയൊക്കെ എൻട്രി വന്നപ്പോൾ അവിടെ കിടന്ന് ആരവമായിരുന്നു. ഇനി കളിനെക്കുറിച്ച് പറയാനാണെങ്കിൽ, ആസ് എ അർജൻറ്റീന ഫാൻ ഞങ്ങളുടെ കളിയുടെ ഫോമിലേക്ക് തീരെ എത്തിയിട്ടില്ലായിരുന്നു. ഞങ്ങളുടെ കളിയുടെ ഫോം എടുക്കാൻ സ്പെയിൻ സമ്മതിച്ചില്ല, അതാണ് സത്യം. അവരുടെ ഡോമിനേഷൻ അത്ര അധികം ഉണ്ടായിരുന്നു. നല്ല കളിയായിരുന്നു, ഒന്നും പറയാനില്ല. ഒരുപക്ഷെ എമിലിയാനോ മാർട്ടിനസിൻ്റെ ആ ഒരു പെർഫോമൻസിലായിരുന്നെങ്കിൽ ഒന്നിലധികം ഗോളുകൾ ഉറപ്പായിട്ടും കയറിയേനെ. അതിന് അദ്ദേഹത്തെ സ്തുതിക്കാതിരിക്കാൻ വയ്യ. അപ്പോൾ ഞങ്ങൾ ഫൈനലിലെത്തി തോറ്റു പോയെങ്കിലും ഉറപ്പായിട്ടൊരു കംബാക്കോടെ തിരിച്ചു വന്നിരിക്കും അടുത്ത വേൾഡ് കപ്പിൽ. എൻ്റെ അടുത്ത് നിന്നിരുന്ന ചേട്ടൻ പോർച്ചുഗൽ ഫാനാണെന്നാണ് എൻ്റെ വിശ്വാസം. പോട്ടെ, അടുത്ത കളി പിടിക്കാം കേട്ടോ എന്നും പറഞ്ഞ് എന്നെ കളിയാക്കി വിടുമായിരുന്നു. അതൊന്നും കുഴപ്പമില്ല, അതൊന്നും ഒരു വിഷയമല്ല. നമ്മൾ അടുത്ത വേൾഡ് കപ്പിന് ഉറപ്പായിട്ടൊരു കംബാക്ക് ഉണ്ടാവും. ഞങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത് അർജൻറ്റീന തോറ്റേൻ്റെ ആരവമാണ്. ഇതൊക്കെ അർജൻറ്റീന തോറ്റേൻ്റെ കോലാഹലങ്ങളാണ്. പേഴ്സണലി എനിക്ക് പറയാനുള്ളത്, ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പ് കിട്ടിയിരിക്കുന്നത് അർഹതപ്പെട്ടവർക്ക് തന്നെയാണ്. എൻ്റെ ടീം തോറ്റുപോയി എന്ന വിഷമം എനിക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു. എൻ്റെ അനിയൻ്റെ കളിയാക്കൽ പേടിച്ച് വീട്ടിൽ കയറണമെന്ന് വരെ ഞാനൊരു നിമിഷം ചിന്തിച്ചു പോയി. എന്നാലും പിന്നെ വീട്ടിലേക്കൊക്കെ പോയി. ഉറക്കം വന്നില്ലായിരുന്നു, എങ്ങനെയൊക്കെ കിടന്ന് ഉറങ്ങി.